കുടുംബക്കാരുടെയിലും നാട്ടുകാരുടെയിലും അയൽവാസികളുടെയിലും നമ്മൾ ഇത്ര സമാധാനത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിലേ ജീവിതം മുഴുവനും മക്കൾക്ക് വേണ്ടി ഉരുകുന്ന ഒരു വാപ്പാന്റെ നെഞ്ചിന്റെ ബല, ഒരു വാപ്പാന്റെ തണലിന്റെ ഭംഗിയെ മക്കളെ മുഖത്തുള്ളൂ എന്നും ഒരു വാപ്പാന്റെ നെഞ്ചിന്റെ മിടിപ്പാണ് ഉമ്മയുടെ സ്വർഗമെന്നും മക്കൾക്ക് അറിയിച്ചു കൊടുക്കണം. ആ വാപ്പാന്റെ കയ്യും കാലും ബലഹീനാകുമ്പം നമ്മൾ ചിന്തിക്കേണ്ടതും അതാ. വാപ്പാന്റെ ശരീരമൊക്കെ ഒന്ന് തകർന്നു പോയത് നമുക്ക് വേണ്ടി ജീവിച്ചതിന്റെ പേരില. പക്ഷെ ഇന്നതൊന്നുമില്ല. സ്വന്തം വീട്ടിലുള്ള വാപ്പനെയും ഇമ്മനെയൊന്നും ആർക്കും വേണ്ട. സ്വന്തം മക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് തല്ലോന്നുള്ള പേടിയോണ്ട് ഒരു വാപ്പ പരിശോധിച്ച സൂക്കേട് പോലും മറച്ചു വെച്ചു. മരിച്ച വാപ്പാന്റെ മയ്യത്തിനെ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് നിങ്ങൾ മക്കളോട് പറയണമെന്ന്. പക്ഷെ ഉമ്മ പറഞ്ഞു മക്കളോട് പറയണമെന്ന് ആപ്പക്ക് ഉണ്ടായിരുന്നു മക്കളെ, പക്ഷെ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മു തല്ലുന്നത് കണ്ടപ്പോ നീ അതും കൂടി പറഞ്ഞിട്ട് വാപ്പ ഒരു ബാധ്യതയാവണ്ടെന്ന് കരുതിയിട്ട. നമ്മളെ ചേർന്ന് നിക്കലിനെ കൊണ്ട് വാപ്പാക്ക് ഒരു ദിവസം കൂടുതൽ കിട്ടിയ ഒരായുസിന്റെ വർക്കത്ത. അതില്ലാണ്ട് ദുനിയാവില് നമ്മളെ പവറും പത്രാസിലും മത്സരിച്ചോടിയ നമുക്കുണ്ടല്ലോ മക്കള്, നമുക്കുണ്ടല്ലോ ഒരു വാർദ്ധക്യം. അന്ന് പടച്ചോൻ അറിയിച്ചു തരും എത്രത്തോളം വേദനിച്ചിട്ടായിരുന്നു ഒരു വാപ്പയമ്മ ഈ ദുനിയാവെന്ന് തിരിച്ചു പോയത്. അത് മക്കളോടും മരുക്കളോടും കൂടിയാ. അമ്മനെയും വാപ്പനെയും നോക്കേണ്ടത് മക്കളാ. മക്കള് കഴിഞ്ഞിട്ടേ മരുക്കളുള്ളൂ. കാരണം ഓക്കൊരു വാപ്പയമ്മയുണ്ട്. ഓള വാപ്പനെയും ഇമ്മനെയും നോക്കാൻ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണം. അതല്ലാതെ ഓള വാപ്പനെയും ഇമ്മനെയും നോക്കാൻ ഞാൻ 4 ദിവസം അങ്ങോയിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ അത് പറ്റൂല. എന്റെ അമ്മനെയും വാപ്പനെയും മാത്രം നോക്കണം എന്നുള്ള വാശിയല്ല. അങ്ങനെ പരസ്പരം രണ്ട് ബന്ധങ്ങളെയും രണ്ട് ജീവനുകളെയും താങ്ങി നിർത്തുമ്പോണ്ടല്ലോ എന്തൊക്കെ സങ്കടം സഹിക്കേണ്ടി വന്നാലും അതിലൊക്കെ ഒരു ബർക്കത്തുണ്ടാവും. ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനക്കേട് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നതല്ല, മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന കുറ്റബോധ. ഒന്ന് തിരുത്താൻ പോലും ആ മനുഷ്യന്മാര് ദുനിയാവിൽ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് കൈ പിടിച്ചൊന്ന് കരയാം, പറ്റിപ്പോയി വാപ്പ എന്ന് പറയാൻ വാപ്പല്ലെങ്കിൽ, പറ്റിപ്പോയി ഉമ്മാന്ന് പറയാൻ ഒരു ഉമ്മല്ലെങ്കിൽ, മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്ന കുറ്റബോധവും വേദനയും ആ ദുനിയാവിലെ ഏറ്റവും വലിയ സങ്കടം.